നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോം 4th സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളീ പറയുന്നത് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1,24,000 തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് 87,000 തന്നിട്ടുണ്ട്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് 5,000 രൂപ തന്നിട്ടുണ്ട്. ഫൈനാൻസ് കോസ്റ്റ് 6,000 രൂപ, അതർ ഇൻകം ആയിട്ട് 1,000 രൂപ, അതർ എക്സ്പെൻസ് ആയിട്ട് 500 രൂപ, പ്രൊവിഷൻ ഫോർ ടാക്സ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് 28%. അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. നമുക്കതിനകത്ത് ഒരുപാടായിട്ടൊന്നും എടുത്തെഴുതാനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ തന്നിരിക്കുന്ന ഐറ്റംസ് അതേപോലെ എടുത്തെഴുതിയാൽ മതിയാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് അറിയാമല്ലോ, നമുക്ക് പ്രധാനമായിട്ടും 6-7 ഹെഡിങ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളത് അതർ ഇൻകം ആണ്. പിന്നെ ടോട്ടൽ അപ്പോൾ ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസും അതർ ഇൻകവും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ റവന്യൂ കിട്ടുന്നത്. ടോട്ടൽ റവന്യൂവിൽ നിന്ന് നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കുക, എക്സ്പെൻസ് എടുത്തെഴുതി എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ടാക്സ് ഐറ്റംസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ സ്ക്രീനിൻ്റെ വലത് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ആ ഐറ്റംസ് എടുത്ത് എഴുതിയേ വേണ്ടൂ. അപ്പോൾ ആദ്യമായിട്ടുള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 1,24,000 എന്നെടുത്ത് എഴുതുന്നു. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് ഒരു അതർ ഇൻകം കിടപ്പുണ്ട് 1,000 രൂപ. അങ്ങനെ 1,24,000 പ്ലസ് 1,000 ആണ് 1,25,000. അതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ റവന്യൂവിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് ഒന്ന് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഫൈനാൻസ് കോസ്റ്റ്, അതേപോലെ അതർ എക്സ്പെൻസസ്. അങ്ങനെയുള്ള പ്രധാനമായിട്ടും 4 എക്സ്പെൻസുകളാണുള്ളത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എടുത്തെഴുതുന്നു 87,000, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് 5,000, ഫൈനാൻസ് കോസ്റ്റ് 6,000 രൂപ, അതർ എക്സ്പെൻസസ് 500 രൂപ. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 98,500 രൂപയാണ്. 98,500 റുപ്പീസാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ 1,25,000 രൂപ, 1,25,000. ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 98,500. അപ്പോൾ നമ്മൾ ഇത് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 26,500 റുപ്പീസ് കിട്ടും. ഈ 26,500 റുപ്പീസിന് നമുക്കൊരു അവിടെ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സ് റിക്വയർഡ് എന്ന് പറയുന്നൊരു ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ റിക്വയർഡ് എന്ന് പറയുന്നത് 28% ആണ്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ടത് ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ടുള്ള 26,500ൻ്റെ 28% കണ്ടുപിടിക്കുക. അപ്പോൾ 26,500ൻ്റെ 28% എന്ന് പറയുന്നത് 7,420 രൂപയാണ്. 7,420 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 26,500-ൽ നിന്ന് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 19,080 അല്ലെങ്കിൽ 19,080 രൂപ എന്ന് കിട്ടും. ഇതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന ഐറ്റം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അടുത്ത ഒരു പ്രോബ്ലവും കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ചും കൂടെയൊക്കെ ഐറ്റംസ് വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഐറ്റംസ് എടുത്തെഴുതാൻ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു